നമ്മളിന്ന് നന്നായിട്ട് പഴുത്ത മാങ്ങ മസാല ഇട്ടിട്ട് പുഴുങ്ങിയതാണ്. അതിനായിട്ട് ഞാനൊരു 3 മാങ്ങ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് വെച്ചാൽ അത് ചേർക്കാം. മാങ്ങ നന്നായിട്ട് വരിഞ്ഞിടുക. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇഞ്ചി, കുരുമുളക് പൊടി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി വെള്ളം വേണമെങ്കിൽ ഇത് വറ്റിച്ച് എടുക്കുകയും ചെയ്യാം. ശർക്കര, ഒരു കഷ്ണം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് എടുത്ത് കഴിക്കാം. ഇത് ചോറിന് വേണമെങ്കിൽ ഇതേപോലെ കുറച്ചും കൂടെ അധികം വെള്ളം ഒഴിച്ചിട്ട് ചോറിൽ കൂട്ടി കഴിക്കാൻ നല്ലതാണ്, മധുരം ഇഷ്ടമുള്ളവർക്ക്. അല്ലെങ്കിൽ മാങ്ങേൻ്റെ കൂടെ തന്നെ എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. തോലോട് കൂടെ തന്നെ വേവിച്ചെടുക്കണം. പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നന്നായിട്ടൊന്നും കൂടെ കുറുകി കിട്ടും. ചട്ടിയിൽ വേണം വേവിക്കാൻ, അപ്പോഴാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കുക. താങ്ക് യു.